കഴിഞ്ഞ ദിവസം CPM നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയൊരു വിഷയം, കോഴിക്കോട് CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ഈ PSC നിയമനത്തിന് വേണ്ടി രണ്ടുപേരിൽ നിന്ന് കോഴ വാങ്ങി, ദമ്പതികളിൽ നിന്ന് കോഴ വാങ്ങി എന്നുള്ള ആരോപണം. അതിലിപ്പോൾ CPM പ്രാദേശിക നേതൃത്വം തന്നെയാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. പാർട്ടി നേതൃത്വം അത് സമ്മതിക്കുന്നുമുണ്ട്. MP ഗോവിന്ദൻ മാഷ് ഇന്നിപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത്. സഭയിൽ ആ വിഷയം എത്തുന്നു. നേരിട്ടുള്ളൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രി അത് കണക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മന്ത്രി മുഹമ്മദ് റിയാസ് മുഖേനയാണ് ഈ ജോലി ഈ നിയമനം, ഈ അംഗത്വം വാഗ്ദാനം ചെയ്തത് എന്നുള്ളതാണ് ഈ പരാതിക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിൽ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും BJPയും ഒക്കെ കാര്യമായി CPMനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം ഏതൊക്കെ രീതിയിൽ CPMനെ ബാധിക്കുന്നുണ്ട്, ഇതിലെങ്ങനെ ഒരു നിലപാട് CPM എടുക്കും, ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. എങ്ങനെ കാണുന്നു സാഹിബ് വിഷയം? ഇതിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട് സൈഫ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വന്ന വാർത്ത PSC ബോർഡ് അംഗത്വത്തിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടി പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വരുന്ന വാർത്തകൾ. പിന്നെ അങ്ങനെയല്ല, ജോലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ PSC ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കോഴ മേടിക്കുമോ? ഒരു പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ അടുത്ത് കാശ് കൊടുത്താൽ PSCയിൽ ജോലി കിട്ടുമോ എന്നൊരു ഭയങ്കര ലോജിക്കലായൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ എഗൈൻ അതിൻ്റെ വിശദീകരണങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ലിസ്റ്റിലുള്ള ഒരാളാണ്. ലിസ്റ്റിൽ സാമാന്യം നല്ല റാങ്കിൽ ഉള്ള ഒരാളാണ് ഈ പറയുന്ന ആളുടെ ഭാര്യ, ഹോമിയോ ഡോക്ടർ എന്നാണ്. അപ്പോൾ അത് ആ ഒരു നിയമനം വേഗത്തിലാക്കുവാൻ, കോഴിക്കോട് തന്നെ ആ നിയമനം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴയാണ് ഇത് എന്നാണ് പിന്നീട് അതേക്കുറിച്ച് വരുന്ന വാർത്ത. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരോപണ വിധേയനായിട്ടുള്ള കക്ഷി അത് നിഷേധിക്കുന്നുണ്ട്. പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്ന ആളും അതിനെ എൻഡോസ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ കാശ് കൊടുത്തെന്ന് അയാൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ അതേസമയം മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഇതിനെ സമ്പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടല്ല സംസാരിച്ചത്, പാർട്ടി സെക്രട്ടറി നിരാകരിച്ചുകൊണ്ടല്ല സംസാരിച്ചത്. സംതിങ് എന്തോ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു പറഞ്ഞാൽ എന്തോ ഒന്ന് അവിടെ ചീഞ്ഞു നാറുന്നുണ്ട്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ഇതാണ്. പിന്നെ ഈ പറയുന്ന ബോർഡ് മെമ്പർ, ഒന്നാമത് ബോർഡ് മെമ്പർ ആകാൻ മാത്രം ഒരു സ്റ്റാച്ചർ ഉള്ള ഒരാളല്ല ഈ പറയുന്ന ആൾ. അതാകാൻ വഴിയില്ല. ഈ ലിസ്റ്റിലുള്ള ഒരാൾക്ക് ഈ പെട്ടെന്ന് നിയമനം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ചെയ്തതായിരിക്കാം സാധ്യത ഉണ്ടെങ്കിൽ. അതിൽ പിന്നെ സ്വാഭാവികമായിട്ട് മുഹമ്മദ് റിയാസിനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഇത് വരും. റിയാസിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള ആൾ റിയാസിൻ്റെ അടുത്ത സുഹൃത്താണ് എന്നുള്ളതുകൊണ്ടാണ്. റിയാസിന് കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകരൊക്കെ സുഹൃത്തുക്കളായിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ റിയാസിൻ്റെ പേര് പറഞ്ഞ ഒരാൾ പൈസ മേടിച്ചാൽ അത് റിയാസ് എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പക്ഷേ അതേസമയം ഇതിൽ ഫോക്കൽ പോയിൻ്റായിട്ട് ഈ എന്താ പറയുക, ഏറ്റവും സ്പൈസി എലമെൻ്റായിട്ട് വരാൻ പോകുന്നത് അതായിരിക്കും, റിയാസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള വലതുപക്ഷ പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉരുപ്പടിയാണ് റിയാസ്. മരുമോൻ സർക്കാർ എന്നാണ് അവരുടെ ഈ ട്രോളുകളിലൊക്കെ പറയുക തന്നെ ചെയ്യുക. അപ്പം അതുകൊണ്ട് പിന്നെ ആ നിലയ്ക്കത് ഒരു രാഷ്ട്രീയ വിവാദമായിട്ട് കുറച്ച് ദിവസം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് PSCയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കിടക്കുന്നത്. ഇപ്പോൾ PSC നിയമനത്തിൽ അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ ആളുകൾ കയറിക്കൂടുന്നതിൽ മോശപ്പെട്ട പല പരിപാടികൾ നടക്കുന്നു, അല്ലെങ്കിൽ അവിഹിതമായുള്ള പരിപാടികൾ നടക്കുന്നു എന്നുള്ളത് അത് വലിയ ഒരു എന്താണ് ആളുകൾ വിശ്വസിക്കുന്നൊരു കാര്യമായി മാറിയിട്ടാണ്. എന്നാണത് മാറിയെന്ന് ശ്രദ്ധിക്കണം. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുണ്ടാവും. ആ കത്തിക്കുത്തുണ്ടായപ്പോൾ 2 വർഷം മുമ്പല്ലേ അത്, അതിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്ക് മറ്റേ ടീമിനെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ് അവർ അവിഹിതത്തിലൂടെയാണ് പോലീസ് റാങ്ക് ലിസ്റ്റിൽ അത് വളരെ ആദ്യ റാങ്കുകളായിരുന്നു അല്ലേ, ആദ്യത്തെ റാങ്കുകളിൽ ഈ കേസിൽ പ്രതികളായിട്ടുള്ള ഈ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട അവിടുത്തെ SFI നേതാക്കന്മാർ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഭാഗത്ത് തന്നെ വരുന്നു. എനിക്കൊന്ന് 10ൽ താഴെയുള്ള റാങ്കുകളിൽ അവർ വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അതിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. അപ്പോൾ SFIക്കാർക്ക് പഠിക്കാതെ, മര്യാദയ്ക്ക് പരീക്ഷ എഴുതാതെ പോലീസ് PSC റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കുകാരായിട്ട് കയറാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഗുരുതരമായൊരു സംഗതിയാണല്ലോ. അതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു കേസ് വരുന്നത്. അതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആരാണ്? CPIയുടെ സർവീസ് സംഘടന ജോയിൻറ്റ് കൗൺസിലിലെ നേതാവാണ്. അതും കേരളത്തിൽ വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഇവർ സർവകലാശാലയിൽ പാർട്ടി നേതാക്കന്മാരെ ഭാര്യമാരെയും കുശിനിക്കാരെയൊക്കെ തിരികെ കയറ്റുന്നു.
എന്നുള്ള പരാതിയല്ല എന്നുള്ള ആ ഒരു സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ബന്ധു നിയമനത്തിനെതിരെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെ സർവകലാശാലകളിലും തിരികെ കയറ്റുന്നതിനെതിരെ അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ഹീറോയിക് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഈ സർവകലാശാലകളിലും ബോർഡുകളിലും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മാത്രമല്ല പി എസ് സിയും ഒരു പാർട്ടി സർവീസ് കമ്മീഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ബോധം ജനങ്ങളിലുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ കാരണം ഈ പറയുന്ന സംഭവങ്ങളാണ്. അതിപ്പോഴും തുടരുകയാണ് എന്ന് ജനങ്ങൾ സംശയിക്കാൻ ഇട നൽകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രാഥമികമായി സർക്കാരിനാണ്, പാർട്ടിക്കാണ്. അപ്പോൾ പാർട്ടി ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിനെതിരെ എന്തോ ഒരു നടപടി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും സംസാരം കേട്ടിട്ട്. പക്ഷേ ആ നടപടി ഈ കാരണത്താലാണെന്ന് പാർട്ടി വ്യക്തമാക്കാൻ യാതൊരു സാധ്യതയില്ല. വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ്, ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാരണം പറഞ്ഞ് എന്തെങ്കിലും നടപടി ഉണ്ടാകാനാണ് ഞാൻ സാധ്യത കാണുന്നത്. പക്ഷേ പാർട്ടി കോടതിയിൽ തീരുന്നൊരു വിഷയമായിട്ട് ഇത് ചുരുങ്ങും. അല്ലാതെ ഒരു ക്രിമിനൽ കേസിലേക്ക് മറ്റ് നിയമ നടപടികളിലേക്ക് ഇത് കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടക്കാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഇതിലൊരു പരാതിക്കാരൻ ഔദ്യോഗികമായി രംഗത്ത് വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. അപ്പോൾ ഇതൊരു പാർട്ടി കോടതി വ്യവഹാരമായിട്ട് ഇത് അവസാനിക്കാനാണ് എല്ലാ സാധ്യതയും. പക്ഷെ ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യം, CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു അവസ്ഥ ഇവിടെയുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ പല നിലക്കുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടി അവരുടെ പാർട്ടി സമ്മേളന കാലയളവിലേക്ക് കടക്കുകയാണ്. പാർട്ടി സമ്മേളന കാലയളവ് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക, ഗ്രൂപ്പിസത്തിൻ്റെ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉൾപാർട്ടി ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു കാലമായി മാറും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ കോഴിക്കോട്ടെ ഈ വിവാദത്തിന് പിറകിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അവർ കണ്ടുപിടിച്ചതല്ല. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തു വരുന്നത്. പാർട്ടിയിലെ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഇത് പുറത്തു വരുന്നത് നമുക്കറിയാം. കോഴിക്കോട്ടെ പാർട്ടിയിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഗതി പുറത്തു വരുന്നത്. അപ്പോൾ ഈ നിലക്കുള്ള വാർത്തകൾ ഇനി പല ജില്ലകളിൽ നിന്നും പല സ്വഭാവത്തിൽ നമുക്ക് ധാരാളം പ്രതീക്ഷിക്കാം. സമ്മേളന കാലമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നിഷാദ്, ഈ പരാതിക്കാരൻ പാർട്ടിക്കാരനാണെന്ന് വ്യക്തമല്ല. പക്ഷേ ഈ പാർട്ടിക്കാരുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ PSCയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു തോന്നലും ബോധവും ഉണ്ടല്ലോ. അത് എത്ര കണ്ട് പ്രശ്നമാണ്? അല്ല, അത് ഒരാൾ തുനിഞ്ഞിറങ്ങി ഒരാളെ വിശ്വസിപ്പിക്കാൻ തീരുമാനിച്ചാൽ നല്ല പ്രൊഫഷണൽ ഫ്രോഡുകൾക്ക് ആരെയൊക്കെ എന്തെല്ലാം കാര്യത്തിൽ വിശ്വസിപ്പിച്ച് പൈസ തട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പൈസ കൊടുത്തത് ലോജിക്കലല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവരിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ഈ പരാതി പാർട്ടിയുടെ മുമ്പിലുണ്ട്. അവരിത് പരിശോധിച്ച് അവർക്ക് ഏതാണ്ട് കഴമ്പുള്ള സംഗതിയാണെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അവരൊരു നടപടിയിലേക്ക് പോകാൻ പോവാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, തനിക്കെതിരെ നീങ്ങുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന റിയാസിനെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ മുമ്പിൽ ഈ പ്രശ്നമുണ്ട്. CPM അതിന് റിയാസ് പറഞ്ഞ് എനിക്കറിയാത്ത കാര്യമാണ്, എനിക്ക് അതിലൊരു പങ്കാളിത്തമില്ല. CPM-ൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പും ഒരു പ്രാദേശിക നേതാവിൻ്റെ പ്രശ്നമായി കാണുകയും അതിനെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കാനുമാണ് സാധ്യത. നേരത്തെ ദാവൂസായി പറഞ്ഞ പോലെ ഇഷ്യൂ എന്താണെന്ന് അവർ കൃത്യമായിട്ട് പറയാനൊന്നും ഒരു പക്ഷേ സാധ്യതയും കുറവാണ്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളത്, ഒരു പ്രാദേശിക നേതാവിൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് CPM ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമോ എന്നതാണ്. അതായത് രണ്ടാം തവണയും അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഭരണ തുടർച്ചയുടെ ദുഷിപ്പുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് CPI-ൻ്റെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാലമാണ്. നിരന്തരമായ ഭരണ തുടർച്ച ലോക്കൽ കോമ്രേഡ്സിനെ വലിയ അഴിമതിക്കാരാക്കുകയും അധികാരമോഹികളാക്കുകയും പണത്തോട് ആർത്തിയുള്ളവരാക്കുകയും ചെയ്തു എന്നാണ് പശ്ചിമ ബംഗാളിൻ്റെ അനുഭവം. ഫൈനലി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ലോക്കൽ ലീഡർക്ക് പറ്റിയതാണ്, മന്ത്രിക്ക് അതുമായി ബന്ധമില്ല എന്ന് സ്ഥാപിച്ചാൽ ഈ വിവാദം കഴിഞ്ഞു എന്ന് CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. മന്ത്രിക്ക് ബന്ധമില്ലായിരിക്കാം. പക്ഷേ മന്ത്രിക്ക് ബന്ധമില്ലെങ്കിലും കോഴിക്കോട് പോലെ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവ് ഇത്തരമൊരു അഴിമതി ആരോപണത്തിൽ എങ്ങനെയാണ് കുടുങ്ങുന്നത്? ഇന്നിപ്പോൾ MA ബേബി പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ബഹുജന സ്വാധീനം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഐസക് പറയുന്നത് അതിന് ജനങ്ങളുമായിട്ടുള്ള ജൈവിക ബന്ധം നഷ്ടമായിരിക്കുന്നു. പ്രകാശ് കാരാട്ട് പറയുന്നത് പാർട്ടിക്ക് ജീവൽ ബന്ധം നഷ്ടമായിരിക്കുന്നു. ഓർഗാനിക്കായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടമാവുകയാണ് ജനങ്ങളുമായി എന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുകയാണ്. അപ്പോൾ ബഹുജന സ്വാധീനം നഷ്ടമാകുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയും രണ്ടായതുകൊണ്ടാണോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കണമെന്നാണ് MA ബേബി പറയുന്നത്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് നമ്മൾ ഒരു അഴിമതി വിരുദ്ധ പാർട്ടിയാണ് എന്ന വിശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ? ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം അധികാരപദമേറുന്ന കാലത്താണ് അദ്ദേഹം പറയുന്നത്, എൻ്റെ പേരിൽ ചില
അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത് ശരിയാക്കി തരാം, ഇന്നത് ചെയ്യാം എന്ന പേരിൽ ആളുകളിൽ നിന്ന് പൈസ വാങ്ങാനോ ബ്രോക്കറിങ്ങിനൊക്കെ ആയിട്ട് പല ആളുകളും സമീപിക്കും. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ സർക്കാർ 2 ടേം പൂർത്തിയായി ഇവിടെ എത്തുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് വലിയൊരു പദവി കൊടുക്കാം എന്ന പേരിൽ ആളുകളിൽ നിന്ന് പണം വാങ്ങി എന്ന ഒരു ആരോപണം നേരിടുന്നുണ്ടെങ്കിൽ റിയാസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, CMനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, MV ഗോവിന്ദനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നതുകൊണ്ട് ആ പ്രശ്നം അവസാനിക്കില്ല. അത് നമ്മളിങ്ങോട്ട് നിരന്തരമായി ഇത്തരം അനുഭവങ്ങൾ കാണുകയാണ്. ഇപ്പോൾ PSC തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയുടെ അനുഭവം പറയുന്നു. EP ജയരാജനെ പോലൊരു കേന്ദ്ര കമ്മിറ്റി അംഗം റിസോർട്ട് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ ദുരൂഹത അവിടെ നിൽക്കുകയാണ്. CPM എത്ര സാമ്പത്തിക ഇടപാട് കേസുകൾ ഒഴിഞ്ഞാൽ പറ്റും? പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പിൻ്റെ വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ ഓർമ്മയുണ്ട്. അപ്പോൾ ഭരണ തുടർച്ച സഖാക്കളെ പണത്തോട് മോഹമുള്ളവരാക്കിയോ അധികാരത്തോട് ആർത്തിയുള്ളവരാക്കി മാറ്റിയോ? ഈ സിസ്റ്റം ജീർണിച്ചു തുടങ്ങിയോ എന്ന് CPM പരിശോധിക്കാനുള്ള സമയമാണ് ഇത്. ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന കോമ്രേഡ്സിന് ജീർണം സംഭവിക്കുമ്പോഴാണ് പാർട്ടിയുടെ ബന്ധം അറ്റുപോവുക. ഓക്കെ, ഏത് പരാജയത്തിൻ്റെ ഘട്ടത്തിലും ജനങ്ങളുമായി നിലനിർത്തേണ്ട ഒരു കണക്റ്റ് ഉണ്ടല്ലോ, ആ കണക്റ്റ് അറ്റുപോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി മോശക്കാരനാകുമ്പോഴാണ്. ഏറ്റവും ലോക്കൽ ബിഹേവ് ചെയ്യുന്ന ആൾ ഏറ്റവും മോശമായി ബിഹേവ് ചെയ്യുന്നതോട് ജനങ്ങൾക്ക് ആ പാർട്ടിയുള്ളൂ. നമുക്ക് തന്നെ പരിചയമുള്ള പല ആളുകളും CPMനോടുള്ള അവരുടെ ഏറ്റവും വലിയ വൈരത്തിൻ്റെ കാരണം അവരുടെ ഒരു അതിർതർക്ക കേസിൽ ലോക്കൽ സെക്രട്ടറി പോലീസിൻ്റെ കൂടെ ചേർന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കി എന്നതിൻ്റെ പേരിൽ CPMുമായിട്ട് ഇനിയൊരു ബന്ധമില്ല, ഏത് മതനിരപേക്ഷത പറഞ്ഞാലും അവരുമായിട്ട് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച ആൾ നമ്മുടെ ഓഫീസിലുണ്ട്. അപ്പോൾ ആളുകളെ അവരുടെ പ്രശ്നങ്ങൾക്കകത്ത് എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ ശരിയാവണ്ണം പ്രവർത്തിക്കുന്നു എന്നതാണ്. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദം തെറ്റാണ് കേട്ടോ, അത് ശരിയല്ല എന്ന് ഒരു വീട്ടിൽ കയറി ലോക്കൽ സെക്രട്ടറിക്ക് പറയാൻ കഴിയുന്ന സിറ്റുവേഷൻ ഉണ്ടോ എന്ന് CPM ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അഴിമതിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, ധനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ആളുകൾക്കിടയിലുള്ള വിശ്വാസം തകർക്കും. ഉമ്മൻചാണ്ടി സർക്കാരിനെ ജനങ്ങൾ ഇറക്കി വിട്ടത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക ആരോപണം ഗുരുതരമാവുകയും ഏതെങ്കിലും നിലയ്ക്ക് കാരണം ആളുകൾ ഡെയിലി ലൈഫിന് പ്രയാസപ്പെടുന്ന ഒരു കാലമാണല്ലോ, ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചില മേലാളന്മാർ മാത്രം വൻതോതിൽ പണം ഉണ്ടാക്കുകയാണെന്ന ആരോപണം അത് സീരിയസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും നിലയ്ക്ക് മുഹമ്മദ് റിയാസിലേക്ക് എത്തിയിട്ടില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ കുഴപ്പമാണ് താഴെത്തട്ടിലെ സഖാക്കൾ ഇത്തരത്തിൽ കുഴപ്പക്കാരാവുന്നത്. അത് പരിശോധിക്കാനും തിരുത്താനും തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറയാനും CPM തയ്യാറാവട്ടെ എന്നാണ് ഞാൻ ഈ ഇഷ്യൂ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം. അപ്പോൾ റിയാസുമായി കണക്ട് ചെയ്യാൻ തെളിവുകളില്ല എന്നുള്ളത് കൊണ്ട് വിഷയത്തിൽ നിന്ന് ഊരിപ്പോകാൻ പാർട്ടിക്ക് കഴിയില്ല. സീരിയസ് ആയ ഗൗരവതരത്തിലുള്ള തിരുത്തലുകളും പരിശോധനകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.